പത്താൻകോട്ട് ഭീകരാക്രമണത്തിന്റെ അന്വേഷണം എൻഐഎ ഏറ്റെടുത്തു. ഐജി അലോക് മിത്തലിനാണ് അന്വേഷണ ചുമതല. അതേസമയം ആക്രമണത്തിൽ 10 സൈനികർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട്. അതിർത്തി കടന്ന് കൂടുതൽ ഭീകരർ ഇന്ത്യയിലേക്ക് കടന്നതായും സൂചനയുണ്ട്. പ്രധാന നഗരങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. സംഭവത്തിൽ അമേരിക്ക ഉത്കണ്ഠ അറിയിച്ചു. വിശദാംശങ്ങളുമായി അനന്ത് ചേരുന്നു. അനന്ത്, പത്താൻകോട്ട് ഭീകരാക്രമണത്തിന് ശേഷം കൂടുതൽ ജാഗ്രതയിലേക്ക് രാജ്യം പോവുകയാണോ? കാരണം അതിർത്തി കടന്ന് നിരവധി ഭീകരർ എത്തിയായിട്ടാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഏത് രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്? അതേസമയം കുറേ കൂടി സൈനികരുടെ മൃതദേഹങ്ങൾ ആ പ്രദേശത്ത് നിന്ന്, ആക്രമണം നടന്ന പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയതായും വിശദാംശങ്ങൾ ലഭിക്കുന്നു. പൊതുവെ വിശദാംശങ്ങളിലേക്ക്, വിവരങ്ങളിലേക്ക് പോയാൽ പ്രജീഷ്, പുതുവർഷം പിറന്നിട്ട് ഇന്ത്യ ആശങ്കയുടെ ദിനങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 3 ദിവസമായും ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നതെന്ന് വേണം പറയാൻ. ഏറ്റവും പുതിയതായി പറയാനുള്ളത് പത്താൻകോട്ട് ഭീകരാക്രമണത്തിൻ്റെ അന്വേഷണ ചുമതല എൻഐഎ ഏറ്റെടുത്തു എന്നതാണ്. അലോക് മിത്തലാണ് ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായി എത്തുക എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഒപ്പം തന്നെ ഭീകരാക്രമണത്തെ അമേരിക്ക അപലപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ എല്ലാവിധ സൈനിക സഹകരണങ്ങളും വാഗ്ദാനം നൽകിയിട്ടുണ്ട് അമേരിക്ക. ഭീകരാക്രമണത്തെ ചെറുക്കാനുള്ള എല്ലാവിധ സൈനിക സഹായങ്ങളും അവർ നൽകിയിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ നമ്മൾക്ക് പറയാനുള്ള മറ്റൊരു കാര്യമെന്ന് പറയുന്നത് 10 സൈനികർ മരണപ്പെട്ടു എന്ന് പറയുന്ന ഒരു വിവരം, ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. 5 ഭീകരരെ വധിച്ചു. നേരത്തെ മുഴുവനായി 5 ഭീകരരാണ് നുഴഞ്ഞു കയറിയതെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഇപ്പോൾ ഈ 2 ദിവസങ്ങളിലായി വരുന്ന വാർത്തകൾ അനുസരിച്ച് 12 ഭീകരർ, അതും പഞ്ചാബിലെ അതിർത്തി പ്രദേശങ്ങളിലൂടെ തന്നെ സമാനമായ രീതിയിൽ തന്നെ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതോടുകൂടി രാജ്യത്തെ എല്ലാ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്, ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇന്ന് അവർ ഭീകരാക്രമണത്തിനിടെ ഭീകരർ ഉപേക്ഷിച്ചു പോയ ഒരു ഗ്രനേഡ് നിർവീര്യമാക്കുന്നതിനിടെ അത് പൊട്ടുകയും സൈനികർക്ക് പരിക്കുകയും ചെയ്തു. ഇതിലൊരു സൈനികൻ്റെ നില ഗുരുതരമാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനിടയിൽ ദൗത്യസേന, പോലീസും ദൗത്യസേനയും ചേർന്ന് ബാക്കി നുഴഞ്ഞു പറയപ്പെടുന്ന ഭീകരരെ തപ്പിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഭീകരർ പാകിസ്ഥാനിലേക്ക് വിളിച്ചതായി പറയുന്ന 4 കോളുകളും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസി സ്ഥിരീകരിച്ചു കഴിഞ്ഞു. മൂന്ന് കോളുകൾ അത് ആക്രമണം നടത്താൻ പോകുന്നതിന് മുന്നോടിയായുള്ള കോളുകളായിരുന്നു. മറ്റൊന്ന്, ഒരു ഭീകരൻ തൻ്റെ മാതാവിനെ വിളിച്ചതായാണ് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസി അറിയിച്ചത്. ഒപ്പം തന്നെ ചാരവൃത്തി കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മലയാളി വ്യോമസേന ഉദ്യോഗസ്ഥൻ്റെ കൈകളിൽ നിന്നും പത്താൻകോട്ട് ആക്രമണത്തിന് ഉൾപ്പെടെ പുതുതായി പദ്ധതിയിടുന്ന എല്ലാ ആക്രമണങ്ങളെ പറ്റിയും വിവരങ്ങൾ ലഭിച്ചതായും ചില സൂചനകൾ ലഭിക്കുന്നുണ്ട് പ്രജീഷ്. അപ്പോൾ എന്തായാലും ഈ ISIയുടെ ബന്ധം തള്ളിക്കളയാൻ കഴിയുന്നില്ല. അതിൻ്റെ കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്ന സ്ഥിതിക്ക് നയതന്ത്ര തലത്തിലുള്ള ഇടപെടൽ സംബന്ധിച്ച്, കാരണം നയതന്ത്രത്തിലുള്ള ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തിക്കുക, അതായിരിക്കും ഒരു പക്ഷേ ലക്ഷ്യമിടുന്നത്. അതേസമയം പാകിസ്ഥാൻ എടുക്കുന്ന നിലപാട് എങ്ങനെയായിരിക്കും? വരുന്ന ആളുകളിൽ സമാധാന ചർച്ചകൾ സംബന്ധിച്ച് ഇത്തരം സാഹചര്യങ്ങൾ ചർച്ചകളെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ? പ്രജീഷ്, ഇന്നലെ തന്നെ പാകിസ്ഥാൻ ആക്രമണത്തെ അപലപിച്ചിരുന്നു. പക്ഷേ പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ഈ ഭീകരർക്ക് സഹായങ്ങൾ ലഭിച്ചിരുന്നു എന്നുള്ള ചില അനൗദ്യോഗിക റിപ്പോർട്ടുകൾ നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ടുകളാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, നമ്മളുടെ വ്യോമസേന ഉദ്യോഗസ്ഥരുടെ കൈകളിൽ നിന്ന് തന്നെ ചോർന്നു കിട്ടിയ വിവരങ്ങളാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് പറയുമ്പോൾ നമ്മുടെ സുരക്ഷ അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. മാത്രവുമല്ല, കൂടുതൽ എത്രത്തോളം സൈനികർ അവരത് പുറത്തു വിടുന്നില്ലെങ്കിൽ കൂടിയും മറ്റു പല ഉദ്യോഗസ്ഥരും ഇതിൻ്റെ നിരീക്ഷണത്തിലാണെന്ന് പറയുന്നുണ്ട്. മാത്രവുമല്ല, 2 ദിവസം ഒരു സൂപ്രണ്ടന്റ് ഓഫ് പോലീസിൻ്റെ വാഹനം അദ്ദേഹത്തെ ആക്രമിച്ച് അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണും തട്ടിയെടുത്തതിന് ശേഷവും 2 ദിവസത്തോളം പഞ്ചാബിൽ തന്നെ ഈ തീവ്രവാദികൾ വിഹരിച്ചിരുന്നു. ഈ തീവ്രവാദികൾ ആക്രമണത്തിന് പദ്ധതിയിടുമെങ്കിൽ പോലും അതിനെ തടയാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ ഒരു പരാജയമായി കാണാവുന്നതാണ്. എങ്കിൽ പോലും ഇന്നലെ രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് അവിടെ ആക്രമണം നടന്നു, അതിനെ ഫലപ്രദമായി ചെറുക്കാൻ കഴിഞ്ഞു. സമീപ പരിസരത്തേക്കുള്ള ഭക്ഷണശാല വരെ മാത്രമേ എത്താൻ അവരുടെ ഭീകരർക്ക് കഴിഞ്ഞുള്ളൂ എന്ന് പറയുന്നുണ്ട്. അത് പക്ഷേ എങ്കിൽ പോലും 2 ദിവസം ഈ മൊബൈൽ ഫോൺ, തട്ടിയെടുത്ത മൊബൈൽ ഫോൺ എന്തുകൊണ്ട് സിം ഡീആക്ടിവേറ്റ് ചെയ്തില്ല തുടങ്ങിയ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ് പ്രജീഷ്.